ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങക്ക് വല്ല തെറ്റും പറ്റിയതാണോ? അന്ന് രാധികയുടെ ശരീരത്തിൽ ആത്മാവുണ്ടെന്ന് പറഞ്ഞതാണല്ലോ. നമുക്ക് തെറ്റിയിട്ടില്ല. ഈ ഇരിക്കുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ പ്രേതാത്മാവില്ല. ഇതാണ് തന്റെ കുഴപ്പം. എടോ, തന്റെ ദേഹത്ത് പ്രേതബാധയുണ്ടെന്ന് ചെറിയമ്മയും ഏട്ടത്തെയും കരുതി കൂട്ടി പറഞ്ഞപ്പോ താൻ എന്ത് നിലപാടെടുത്തേ? അങ്ങനെ അവരൊരു കൃത്രിമം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലുത് തിരിച്ചു കൊടുക്കണമെന്നല്ലേ? അതനുസരിച്ച് അവരുടെ ദേഹത്ത് പ്രേതബാധയുണ്ടെന്ന് നമ്മളിപ്പോ വരുത്തി തീർത്തില്ലേ? എവിടെ പോയി ആ ചങ്കൂറ്റം? അപ്പൊ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പൂജാരെ കണ്ടതോടെ എന്റെ ധൈര്യമൊക്കെ പോവുക. എന്നാ ആ ധൈര്യം അങ്ങനെ പോണ്ട. എടോ, തന്റെ ധൈര്യം ഞാനാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ താൻ ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങില്ല. ഇപ്പൊ വന്നിരിക്കുന്ന ആളല്ല, ഇതിനേക്കാൾ വലിയ പൂജാരി പറഞ്ഞാലും ഞാൻ കാണും തന്റെ കൂടെ. എടോ, ഇടവും വലവും ഞാനും മുത്തശ്ശിയും ഇങ്ങനെ തന്റെ കൂടെ ഉറച്ചു നിൽക്കുമല്ലേ? പിന്നെ എന്താ തനിക്ക്? കൂടെ പൂജ നടക്കട്ടോ. തിരുമേനിക്ക് പറയാനുള്ള അരുളപ്പാട് എന്താന്ന് വെച്ചാൽ തിരുമേനി അങ്ങ് പറയട്ടെ. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം നമ്മുടെ പ്രതികരണം എങ്ങനെ വേണമെന്ന്. അല്ലേ മുത്തശ്ശി? എടാ മോനെ, നിന്റെ പറച്ചില് കേൾക്കുമ്പോ എവിടെ നിന്നില്ലാത്തൊരു ധൈര്യം എനിക്ക് വരുന്നുണ്ട്. അത് മതി എനിക്ക്. കുടുംബം പൂർണ്ണമായി എതിരാകുമെന്ന് പറഞ്ഞ് രാധികയുടെ കൂടെ നീ ഉണ്ടാകുമെന്ന് പറഞ്ഞ മുത്തശ്ശിക്കത് ഓക്കെ. അതെ, നമുക്കേ അങ്ങോട്ടൊന്ന് പോവാം. കർമ്മം തുടങ്ങാറായി. വാ. ഈ ഇരിക്കുന്ന ആളിന്റെ ശരീരത്തിൽ പ്രേതാത്മാവിന്റെ സാന്നിധ്യം ഇപ്പോഴില്ല. ആത്മാവ് ഈ ശരീരം വിട്ടു പോയിട്ടുണ്ടെങ്കിലും ഇവിടം വിട്ടു പോയിട്ടില്ല. വേറെ ഏതോ ദേഹത്ത് ആത്മാവ് ഇപ്പോഴുമുണ്ട്. അങ്ങക്ക് വല്ല തെറ്റും പറ്റിയതാണോ? അന്ന് രാധികയുടെ ശരീരത്തിൽ ആത്മാവുണ്ടെന്ന് പറഞ്ഞതാണല്ലോ. നമുക്ക് തെറ്റിയിട്ടില്ല. ഈ ഇരിക്കുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ പ്രേതാത്മാവില്ല.
കുട്ടി എഴുന്നേറ്റുള്ളൂ. ഈ വീടിന്റെ കന്നിമൂല എവിടാ? അവിടെ ഓ, അവിടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്താ കൽപ്പന ഇത്? അയാൾ എന്താ ഈ കാണിക്കുന്നേ? ഈ കന്നിമൂല പരിശോധനയൊക്കെ ഇവന്മാരുടെ ഒരു സൂത്ര. അത് കഴിഞ്ഞ് എന്താ പറയുന്നതെന്ന് നോക്കിക്കോ. അയാൾക്ക് കാശ് വലുത് വേണമെങ്കിൽ ഇനിയും കൊടുക്കാന്ന് പറ. കിട്ടുമെന്ന് അയാൾക്കറിയാം. അയാളത് നോക്കിക്കോളും. എന്റെ പൊന്നച്ച ഇവിടെ പരിശോധിച്ചിട്ട് ഇനി എന്തറിയാനാ? അതൊക്കെ അവരുടെ ഒരു രീതികളാ. അതിനൊന്നും ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. ഞാനൊന്നും ചോദിക്കുന്നില്ല.